ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ പൂജാമുറിയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റുമായിട്ട് മാളു അല്പനേരം ആലോചനയിൽ നിന്നു. ഇതായിരിക്കും എനിക്ക് ഗംഗ സമ്മാനമായി തരാനായി വാങ്ങിച്ച ലോക്കറ്റ് എന്നെല്ലാം ആലോചിച്ചിട്ട് പെട്ടെന്ന് ഓർത്തു, അയ്യോ ഇതല്ലേ കാണാതെ പോയ ലോക്കറ്റ്, എന്തായാലും ഇത് ഗംഗയെ കാണിച്ചു കളയാം എന്ന് വിചാരിച്ച് വേഗം തന്നെ ആ ലോക്കറ്റുമായി റൂമിൽ നിന്ന് തുണി മടക്കിക്കൊണ്ടിരിക്കുന്ന ഗംഗയ്ക്കരികിലേക്ക് മാളൂട്ടി ഓടിയെത്തുന്നു. മാളൂട്ടി വേഗം അവിടേക്ക് എത്തി. ഗംഗെ, ഇത് കണ്ടോ, ഈ ലോക്കറ്റ് കണ്ടോ, ഇതാണ് അന്ന് ഗംഗ എനിക്ക് മേടിച്ചു വെച്ച ലോക്കറ്റ് ആണോ എന്ന് ചോദിച്ച് മാളു അരികിലേക്ക് എത്തി. ലോക്കറ്റ് ചൂണ്ടിക്കാണിച്ച ആ നിമിഷം ഗംഗ അത് വാങ്ങിച്ചതും അതിശയത്തോടെ ചോദിച്ചു, മോൾക്ക് ഇത് എവിടെ നിന്നാ കിട്ടിയത്? അത് കേട്ട നിമിഷം തന്നെ മാളൂട്ടി പറഞ്ഞു, അത് എനിക്ക് പൂജാമുറിയിൽ നിന്ന് തന്നെയാണെങ്കിൽ ഈ ലോക്കറ്റ് കിട്ടിയത്. പൂജാമുറിയിൽ ശ്രീമഹേശ്വരന്റെ അരികിൽ തന്നെ ഈ ലോക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു എന്ന് ഗംഗയോട് മാളൂട്ടി പറഞ്ഞു. അത് കേട്ടതും മാളൂട്ടി അതിശയത്തോടെ പറയുമ്പോ ഗംഗയ്ക്ക് ആകെ സംശയമായി. പൂജാമുറിയിൽ തന്നെയോ? അവിടെ എല്ലായിടത്തും ഞാൻ നോക്കിയതാണല്ലോ മാളൂട്ടി, അവിടെ എങ്ങും തന്നെ ഇത് കണ്ടിരുന്നില്ല എന്ന് മാളുവിന് മറുപടിയായി ഗംഗ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഗംഗയോട് മാളു വീണ്ടും പറഞ്ഞു, അല്ല ഗംഗെ, ഇതെനിക്ക് അവിടെ ഇരുന്ന് തന്നെ കിട്ടിയതാ. ഇതാണോ ഗംഗ എനിക്ക് വേണ്ടി വാങ്ങിച്ച ലോക്കറ്റ് എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, അതേ മോളെ, ഇത് തന്നെയാ ഞാൻ മാളുവിന് വേണ്ടി വാങ്ങിച്ച ലോക്കറ്റ്. എന്തായാലും ഈ ലോക്കറ്റ് ഞാൻ പിന്നെ തരാട്ടോ, ഇതിപ്പോ എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് മാളുവിനോട് ഗംഗ പറഞ്ഞതും ശരി ഗംഗെ എന്ന് പറഞ്ഞ് എന്നാ മോള് പോയി കളിച്ചോളാനായി ഗംഗ അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഗംഗയുടെ അരികിൽ നിന്ന് മാളൂട്ടി ഓടിപ്പോകുന്നു. മാളൂട്ടി പോയപ്പോഴേക്കും ഗംഗ ഉടനെ തന്നെ ഈ വിവരം ഗൗരിയെ ഉടനെ അറിയിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും വേഗം തന്നെ വാതിലടിച്ചിട്ട് ഗംഗ ഗൗരിയെ വിളിച്ചു. ആ നിമിഷം തന്നെ ഗൗരി ഗംഗയുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്താ ഗംഗെ, എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ഗംഗയുടെ അരികിലേക്ക് ഗൗരിയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഗൗരിയുടെ ആത്മാവിനോട് ഗംഗ പറഞ്ഞു, ഗൗരീച്ചി ദാ ഈ ലോക്കറ്റാണ് അന്ന് നമ്മൾ മാളൂട്ടിക്ക് കൊടുക്കാനായിട്ട് ഗൗരിയേച്ചിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അതേ ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ഉണ്ടാക്കി അത് നമ്മൾ മാളുവിന് കൊടുത്തിരുന്നില്ലേ? ദാ ആ ലോക്കറ്റ് ഇപ്പൊ പൂജാമുറിയിൽ നിന്ന് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് മാളു എന്റെ കയ്യിൽ കൊണ്ട് തന്നതാണിത്. ഇത് മോൾക്ക് അവിടെ ഇരുന്നാ കിട്ടിയത്. അത് കേട്ടപ്പോഴേക്കും ഗംഗയുടെ വാക്കുകൾ കേട്ട് ഗൗരി സംശയിച്ചു. അപ്പോ അന്ന് മനഃപൂർവ്വം അതാരോ ഒളിപ്പിച്ചു വെച്ചതാണ്. എന്തായാലും അന്ന് ഞാൻ വാങ്ങിച്ച ലോക്കറ്റ് ഒളിപ്പിച്ചു വെച്ച ആളുകൾ തന്നെയാണ് ഇപ്പോ ഇതും ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഇതിൽ നിന്ന് ഉറപ്പായി. കാരണം അന്ന് ആ ലോക്കറ്റ് ഒളിപ്പിച്ചു വെച്ച ആളുകളുടെ കയ്യിൽ ഇപ്പോഴും ഞാൻ അന്ന് എടുത്തു വെച്ച ലോക്കറ്റ് സുരക്ഷിതമായി ഉണ്ടാകും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് അവർ മനഃപൂർവ്വം ഇത് തിരികെ കൊണ്ടുവന്ന് വെച്ചതാകാനാണ് സാധ്യതയെന്ന് ഗൗരി ഗംഗയോട് അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ഗംഗ പറഞ്ഞു, ഗൗരീശി എത്രയും വേഗം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്തണമെന്ന് ഗംഗ ഗൗരിയോട് പറയുന്നു. അപ്പോ ഗംഗയോട് ഗൗരി അറിയിച്ചു, ഇനി സൂക്ഷിക്കണം. എന്തായാലും ഇതിന് പിന്നിൽ കളിച്ച ആളുകൾ ഈ വീട്ടിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് വളരെയേറെ ഗംഗ ഇനി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പലതവണയായി ഗംഗയുടെ നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇനിയും ഗംഗയുടെ ജീവൻ ആപത്തുണ്ടാക്കാൻ അവർ ശ്രമിക്കാതിരിക്കുകയില്ല എന്ന് ഗംഗയെ ഗൗരി ഉപദേശിച്ചു. അത് കേട്ടപ്പോഴേക്കും ഗംഗ പറഞ്ഞു, എനിക്കറിയാം ഗൗരീശി, എന്തായാലും നമുക്ക് അവരെ കണ്ടെത്തുക തന്നെ വേണം. ഒരു കാര്യം തീർച്ചയാണ്, ശ്രീ മഹേശ്വരൻ നമുക്ക് അവരെ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ എത്തിക്കും. അതെനിക്ക് ഉറപ്പാണ്. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഗൗരിയും ഗംഗയും അതിന്റെ പിന്നിലുള്ളവരെ ഉടനെ കണ്ടെത്തുമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് റൂമിൽ രാഹുലിന്റെ ഡ്രസ്സുകൾ അയൺ ചെയ്തുകൊണ്ട് രാജി നിൽക്കുന്നത് കണ്ട് റൂമിലേക്ക് എത്തിയ രാഹുൽ രാജിയോട് ചോദിച്ചു, എവിടെ എനിക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞ ചായ എവിടെ? അത് കേട്ടപ്പോഴേക്കും രാജി പറഞ്ഞു, രാഹുലേട്ടാ ഞാൻ ചായ ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവിടെ അയൺ ചെയ്തുകൊണ്ടിരുന്ന ഷർട്ട് മടക്കി വെക്കാൻ ഒരുങ്ങിയ രാജിയുടെ നേരെ രാഹുൽ ദേഷ്യപ്പെട്ടു. അല്ല, ഇത്രയും നേരം നീ ഇപ്പൊ എന്തെടുക്കുകയായിരുന്നു? നിന്നോട് ഞാൻ ചായ കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ രാജി പറഞ്ഞു, അത് ഞാൻ ചായ എടുക്കാൻ പോയപ്പോഴല്ലേ രാഹുലേട്ടൻ ഈ ഡ്രസ്സ് അയൺ ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യാനായി ഇരുന്നതാണ്. ഡ്രസ്സ് ദാ അയൺ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ തന്നെ ചായ കൊണ്ടുവരാൻ രാഹുലേട്ടാ എന്ന് പറഞ്ഞ് രാജി പോകാൻ ഒരുങ്ങുമ്പോ നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് രാഹുൽ, നീ അയൺ ചെയ്ത ആ ഡ്രസ്സിങ് കാണിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് രാജി അയൺ ചെയ്ത് വെച്ച ആ ഷർട്ട് എടുത്ത് നോക്കുന്നു. അതെടുത്ത് നോക്കിയപ്പോഴേക്കും രാഹുലിന് ആകെ ദേഷ്യമായി. ഇതാണോടി നീ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതാണോടി, ഇങ്ങനെയാണോടി ഷർട്ട് അയൺ ചെയ്യുന്നത് എന്ന് ചോദിച്ച് രാജി അയൺ ചെയ്ത ആ ഷർട്ട് ആകെ ചുളുക്കി കളയുന്നു. അത് കണ്ട ഉടനെ രാജി പറഞ്ഞു, രാഹുലേട്ടാ ഞാൻ നല്ല വൃത്തിയായി തന്നെ അയൺ ചെയ്താണല്ലോ,
പിന്നെ എന്താ രാഹുലേട്ടൻ ഇങ്ങനെ പറയുന്നത് എന്ന് രാജി അന്വേഷിച്ചതും രാഹുൽ ദേഷ്യപ്പെട്ടു. എന്റെ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ ചോദ്യം ചെയ്യാറായോടി നീ? ആയോ എന്ന് ചോദിച്ച് രാഹുൽ രാജിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കണം. രാജി എപ്പോഴേക്കും രാഹുലിനോട് പറഞ്ഞു, രാഹുലേട്ട എന്നെ വിട്, എനിക്ക് വേദനിക്കുന്നു, എന്നെ വിട് എന്ന് പറഞ്ഞുകൊണ്ട് രാജി ബഹളം വെച്ചു. ഞാൻ രാഹുലേട്ടന് ചായ എടുത്തോണ്ട് വരാം. ചായയിലെ രാഹുലേട്ടന് വേണ്ടത് എന്ന് ചോദിച്ച് രാജി ചായ എടുക്കാനായി പോകാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ രാഹുൽ ദേഷ്യപ്പെട്ടു. നിക്കടി അവിടെ, നീ എങ്ങോട്ടായി പോകുന്നത്? നീ ചായ എടുക്കാൻ പോവാന്ന് പറഞ്ഞ് നീ പോയിട്ട് ഇനി എപ്പോൾ വരാനാണ്? ഇപ്പോ ഈ ഡ്രസ്സ് അയൺ ചെയ്യാനായി ഇരുന്നത് പോലെ നീ ഉടനെ ഒന്നും ചായയുമായും വരില്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ ഡ്രസ്സ് ആദ്യം അയൺ ചെയ്ത് വെക്കാൻ നോക്ക്. അപ്പോഴേക്കും രാജി പറഞ്ഞു, രാഹുലേട്ട എന്തിനാ രാഹുലേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? രാഹുലേട്ടൻ തന്നെ കണ്ടതല്ലേ, ഞാൻ രാവിലെ ചായ എടുക്കാനായി പോയപ്പോ രാഹുലേട്ടൻ അപ്പോ ഈ ഡ്രസ്സ് അയൺ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് അയൺ ചെയ്യാൻ നിന്നത്. അല്ലെങ്കിൽ ഇപ്പൊ രാഹുലേട്ടന് ഞാൻ ചായ കൊണ്ടുവരുന്നല്ലോ. ഇത് കേട്ട ഉടനെ രാഹുൽ ദേഷ്യപ്പെട്ടു. ഞാൻ പറയുന്നൊന്നും നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേടി? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നീ അനുസരിക്കുകയുമില്ല. നീ നിന്റെ തോന്നിവാസം ഓരോന്നും ചെയ്തു കൂട്ടുകയല്ലേ. എന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന് എന്റെ ജീവിതത്തിന്റെ സമാധാനം സന്തോഷം ഇല്ലാതാക്കിയവളല്ലേ നീ? നീ എന്റെ കുടുംബം നശിപ്പിക്കാനായി വന്നവളാണ്, എന്റെ ജീവിതം തകർക്കാനായി വലിഞ്ഞു കയറി വന്നവൾ എന്ന് പറഞ്ഞുകൊണ്ട് രാജിയെ കുറ്റപ്പെടുത്തി രാഹുൽ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും രാജി ആകെ സങ്കടപ്പെട്ട്, എന്തിനാ രാഹുലേട്ട എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ച് സങ്കടത്തോടെ രാജി അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ രാഹുൽ ആ ടേബിളിൽ ഇരിക്കുന്ന അയൺ ബോക്സ് കണ്ടു. അത് കണ്ടതും രാഹുൽ പറഞ്ഞു, ശരി, നീ എന്നാലേ ഇപ്പൊ ചായ എടുക്കാനൊന്നും പോകണ്ട. നീ ഇവിടെ അയൺ ചെയ്യാൻ നിന്നതല്ലേ, ശരി അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം നീ ചായയൊന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് രാഹുൽ രാജിയുടെ കൈയിലേക്ക്, ആ കൈത്തണ്ടയിലേക്ക് ആ അയൺ ബോക്സ് ബലമായി വെക്കുന്നു. ആ അയൺ ബോക്സ് കൈയിലേക്ക് അമർത്തി വെച്ചതും പൊള്ളലിന്റെ വേദന കൊണ്ട് രാജി നിലവിളിച്ചു, രാഹുലേട്ട വേണ്ട വേണ്ട, എന്റെ കൈ വേദനിക്കുന്നു വേദനിക്കുന്നു രാഹുലേട്ട എന്ന് പറഞ്ഞ് രാജി നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് രാഹുലിനെ തള്ളി മാറ്റി രാജി ആ പുറത്തേക്ക് ഓടി. കരയടി, നീ കരയടി എന്ന് പറഞ്ഞ് രാഹുൽ ബഹളം വെച്ചു. നീ കരയുകയല്ലേ, എന്നാ നീ ഉറക്ക കര എന്ന് പറഞ്ഞ് രാഹുൽ ആ അയൺ ബോക്സും പിടിച്ച് റൂമിൽ നിൽക്കുമ്പോൾ രാജി ആ കൈ മുഴുവൻ പൊള്ളിയ വേദനയുമായി നേരെ ഹാളിലേക്ക് ഓടിയെത്തി. അവിടെ നിന്ന് രാജി കരയുന്നത് കണ്ട് മുകളിൽ നിലവിളി കേട്ട് വേഗം തന്നെ ഗംഗ ഓടിയെത്തി. അരികിലേക്ക് എത്തിയ ഗംഗ രാജിയുടെ കാര്യം അന്വേഷിച്ചു. എന്താ പറ്റി രാജി, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അപ്പോഴേക്കും രാജി പറഞ്ഞു, ദാ രാഹുലേട്ടൻ എന്റെ കയ്യിൽ അയൺ ബോക്സ് വെച്ച് പൊള്ളിച്ച ചേച്ചി. ഷർട്ട് ഞാൻ തേച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അത് തേച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ വന്ന് എന്നോട് ചായ വേണമെന്ന് പറഞ്ഞു. ചായ എടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോ ഞാൻ തേച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ ബലമായി പിടിച്ച് അയൺ ബോക്സ് വെക്കുകയായിരുന്നു. അത് കേട്ടുകൊണ്ട് രാജിയുടെ കാര്യങ്ങൾ ഗംഗ അന്വേഷിക്കുന്നു. എന്തായാലും ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഗംഗ അങ്ങനെ നിൽക്കുമ്പോൾ രാജിയുടെ കരച്ചിൽ കേട്ട് മുകളിൽ നിന്ന് അവിടേക്ക് മഹി ഓടിയെത്തി. എന്താ ഇവിടെ പ്രശ്നം, എന്താ പറ്റിയത്, എന്തിനാ രാജി കരഞ്ഞത് എന്ന് വേഗം എത്തിയ മഹി അന്വേഷിച്ചു. മഹിയോട് കാര്യം പറയാനായി മടി കാണിക്കുന്ന രാജിയോട് ഗംഗ പറഞ്ഞു, രാജി നീ ഇനി ഒന്നും മറച്ചു വെക്കണ്ട, മഹിയേട്ടനോട് കാര്യം പറ. അത് കേട്ടപ്പോഴേക്കും മഹി ചോദിച്ചു, എന്താ രാജി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴേക്കും രാജി പറഞ്ഞു, അത് പിന്നെ മഹിത എന്ന് പറഞ്ഞ് പറയാനായി സംശയത്തോടെ നിൽക്കുന്ന രാജിയെ കണ്ട് ഗംഗ പറഞ്ഞു, വേണ്ട നീ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. മഹിയേട്ട ഇത് കണ്ടോ എന്ന് പറഞ്ഞ് രാജിയുടെ കയ്യിൽ പൊള്ളലേൽപ്പിച്ചിരിക്കുന്ന ഭാഗം കാണിച്ചു. അത് കണ്ടതോടെ മഹി ചോദിച്ചു, ഇതെന്താ പറ്റിയത്? അപ്പോ ഉടനെ തന്നെ ഗംഗ പറഞ്ഞു, മഹിയേട്ട ഇത് രാഹുലേട്ടൻ രാജിയുടെ കൈ പൊള്ളിച്ചതാണ്, അയൺ ബോക്സ് വെച്ച് പൊള്ളിച്ചതാണ്. അത് കേട്ടതും മഹിക്ക് ആകെ ദേഷ്യമായി. എന്തായി ചെയ്തത്, കൈ പൊള്ളിച്ചെന്നോ എന്ന് ചോദിച്ച് മഹി ഉടനെ തന്നെ രാഹുലിനെ വിളിക്കുന്നു. രാഹുൽ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചതും രാഹുലും ദേവയാനിയും കൂടി അവിടേക്ക് എത്തി. എന്താ ഏട്ടാ എന്താ വിളിച്ചത് എന്ന് ചോദിച്ച് അരികിലേക്ക് എത്തിയ രാഹുലിനോട് മഹി ചോദിച്ചു, എന്താന്നോ, നിനക്ക് കാര്യം അറിയില്ലേ രാഹുൽ, നീ എന്തിനാണ് രാജിയുടെ കൈ പൊള്ളിച്ചത്? രാജിയുടെ കയ്യിൽ അയൺ ബോക്സ് വെച്ചത് എന്തിനാണ്? ഇത് കണ്ടില്ലേ അമ്മ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് രാജി നീ ഇത് അമ്മയെ കാണിച്ചു കൊടുക്കുന്ന രാഹുലിന്റെ അടുത്ത് നിൽക്കുന്ന രാജിയോട് മഹി അറിയിച്ചു. മഹി പറഞ്ഞത് കേട്ട് രാജി തന്റെ കൈ കാണിച്ചതും കൈയെല്ലാം പൊള്ളിയിരിക്കുന്നത് കണ്ട് ദേവയാനി ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. രാഹുൽ മനപൂർവ്വം രാജിയുടെ കൈവെള്ള പൊള്ളിച്ചതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ദേവയാനിക്ക് സന്തോഷമായി. എങ്കിലും മഹിയുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് മനപൂർവ്വം ചിരി അടക്കി വെച്ച് ദേവയാനി ദേഷ്യത്തോടെ രാഹുലിനോട് ചോദിച്ചു, എന്താ രാഹുൽ, എന്താ നീ കാണിച്ചിരിക്കുന്നത്? അത് കേട്ടതും രാഹുലിനെ മനപൂർവ്വം മഹിയുടെ മുന്നിൽ കുറ്റപ്പെടുത്തുന്നത് പോലെ ദേവയാനി അഭിനയിക്കുന്നു. അത് കേട്ടു നിന്ന ഉടനെ രാജി പറഞ്ഞു, എന്റെ കൈ രാഹുലേട്ടൻ പൊള്ളിച്ചതാണ്, രാഹുലേട്ടന് ഷർട്ട് അയൺ ചെയ്ത് കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് രാഹുലേട്ടൻ എന്റെ കയ്യിൽ അയൺ ബോക്സ് എടുത്ത് വെച്ചത്. അത് കേട്ടതും രാഹുൽ ദേഷ്യത്തോടെ പറഞ്ഞു, അതെ ഞാൻ ചെയ്തെന്നോ? അങ്ങനെ ചെയ്തുവെങ്കിൽ അതിന് കാരണമുണ്ട്. ഇവിടെ ഞാൻ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല,
ഇവള് ഒരു കാര്യവും ഞാൻ പറയുന്നത് കേൾക്കില്ല എന്ന് പറഞ്ഞ് രാഹുൽ ദേഷ്യപ്പെടുന്നു. ഇത് കേട്ട ഉടനെ മഹി പറഞ്ഞു, ശരി, നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഒരു കാര്യം, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ഇവളുടെ ദേഹത്ത് വേദനിപ്പിക്കുന്നത്? ഇങ്ങനെയെല്ലാം രാജിയോട് ചെയ്യാനുള്ള അങ്ങനെ ഒരു കാരണവശാലും രാജിയുടെ ദേഹം വേദനിപ്പിക്കേണ്ട കാര്യം രാഹുൽ നിനക്കില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ രാഹുൽ ദേഷ്യത്തോടെ മഹിയോട് പറഞ്ഞു, മഹിയോട് ഇങ്ങനെയൊക്കെ പറയാം, എനിക്ക് ഇഷ്ടമില്ലാതെ എന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവളാണിവൾ, എന്നിട്ടും ഇവളെ ഞാൻ സഹിക്കുകയാണ്, പക്ഷെ അതിനു കൂടെ ഇവൾ ഞാൻ പറയുന്നത് കൂടി അനുസരിക്കാതിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോ മഹിക്ക് മറുപടി ഇല്ലാതായി. ഇത് കേട്ട ഉടനെ തന്നെ ദേവയാനി രാഹുലിനെ താക്കീത് ചെയ്തു. രാഹുൽ, നീ എന്താ ഈ പറയുന്നത്? മഹി നിന്റെ അച്ഛന്റെ സ്ഥാനത്താണ്, മഹി പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കണം. മഹി നിന്നെ താക്കീത് ചെയ്തെങ്കിൽ അതിനുള്ള അധികാരം അവകാശവും അവനുണ്ട്. നിന്റെ അച്ഛന്റെ സ്ഥാനത്താണ് മഹി, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മഹിയുടെ വാക്കുകളെ എതിർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേവയാനി രാഹുലിനോട് ദേഷ്യപ്പെട്ടു. രാഹുൽ ദേവയാനി തന്നോട് ദേഷ്യപ്പെടുന്നത് കേട്ട് കലിപ്പോടെ രാഹുൽ നോക്കുമ്പോ ദേവയാനി രാഹുലിനെ നോക്കി കണ്ണടച്ച് കാണിക്കുന്നു. രാഹുൽ മനഃപൂർവ്വം താൻ മഹിക്ക് വേണ്ടി മഹിയുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നതാണെന്നും മഹിയോടുള്ള മമത കൊണ്ടല്ല, മറിച്ച് ഇത് വെറും ഒരു അഭിനയമാണ് എന്ന് ദേവയാനി കണ്ണടച്ച് രാഹുലിനെ നോക്കി കാണിക്കുമ്പോ അത് കൃത്യമായി തന്നെ ഗംഗ കാണാനിടയാകുന്നു. മഹിയെ വെറുതെ കബളിപ്പിക്കാനായിട്ടാണ് രാഹുലിനെ ദേവയാനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്ക് പറയുന്നത് എന്ന സത്യം ഗംഗ തിരിച്ചറിയുന്നു. മഹി ഇതൊന്നും അറിയാതെ എല്ലാം കേട്ട് ഇതൊക്കെ സത്യസന്ധമായ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മഹിയേട്ടൻ എന്ന് ഗംഗ അപ്പോഴേക്കും മനസ്സിലാക്കുകയും ചെയ്തു. മഹിയെ കബളിപ്പിക്കാനുള്ള ദേവയാനിയുടെയും രാഹുലിന്റെയും തന്ത്രം അത് എങ്ങനെയും പൊളിച്ചെടുക്കണമെന്ന് ആ നിമിഷം ഗംഗ മനസ്സിൽ തീരുമാനിച്ചു. അപ്പോഴേക്കും മഹിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് രാഹുൽ സംസാരിച്ചതിന്റെ പേരിൽ രാഹുലിനെ കുറ്റപ്പെടുത്തി ദേവയാനി സംസാരിക്കുമ്പോൾ രാഹുലിനെ ഇനി വഴക്ക് പറയണ്ട എന്ന് മഹി ദേവയാനിയോട് അറിയിച്ചു. അമ്മേ, അവനോട് ദേഷ്യപ്പെടണ്ട, പക്ഷെ ഇനിയും ഇതുപോലെ ഈ രീതിയിൽ രാജിയെ വേദനിപ്പിക്കുന്നത് ശരിയല്ല. രാജിയോട് നിനക്ക് അതൃപ്തിയോ ദേഷ്യമോ എന്തുണ്ടായാലും ശരി, പക്ഷെ ഒരാളുടെ ദേഹം, ആ ശരീരം വേദനിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വേദനിപ്പിച്ച് അയാളോട് പകരം വീട്ടാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്ന് മഹി രാഹുലിനെ ഉപദേശിക്കുന്നു. രാഹുൽ അതൊന്നും കേട്ട് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോയി. ഈ സമയത്ത് മഹിയോട് ദേവയാനി പറഞ്ഞു, മോനെ, നിന്നെ ആരെങ്കിലും എതിർക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ അതെനിക്ക് സഹിക്കില്ല. അതെന്റെ മക്കളാണെങ്കിൽ പോലും നിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നതും നിന്നോട് എതിർക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ദേവയാനി മഹിയോട് അറിയിച്ചു. അത് കേൾക്കുന്ന മഹി പറഞ്ഞു, എനിക്കറിയാമേ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന്. അമ്മ രാഹുലിനെ ഇനി വെറുതെ വഴക്ക് പറയണ്ട എന്ന് പറഞ്ഞ് മഹി ദേവയാനിയെ അതിൽ നിന്ന് വിലക്കുന്നു. അതിനുശേഷം എല്ലാത്തിന്റെയും പിന്നിൽ ശരിക്കുമുള്ള നീക്കങ്ങളും ശരിക്കുമുള്ള അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും അറിയാവുന്ന ഗംഗ മഹിയെ വീണ്ടും വീണ്ടും മനഃപൂർവ്വം ദേവയാനിയും രാഹുലും കബളിപ്പിക്കുകയാണെന്ന് അറിഞ്ഞതിന്റെ വേദനയിൽ ഇതെങ്ങനെയാണ് മഹിയേട്ടനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് ഗംഗ ആലോചിച്ചു. കിടന്ന് രാത്രി വളരെ വൈകിട്ടും മഹിയും കുട്ടിയും ഉറക്കമായിട്ടും ഗംഗ അതിനെക്കുറിച്ച് ആലോചിച്ചു തന്നെയിരുന്നു. എത്ര ആലോചിച്ചിട്ടും ഗംഗയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ ആ ചിന്തകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നു. അവസാനം ഗംഗ ആലോചിച്ചു, എത്രയും വേഗം ഈ വിവരം ഗൗരീശിയെ അറിയിക്കുക. ഗൗരീശിക്ക് ഇതിനെന്തെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയൂ. ഗൗരീശിക്ക് മാത്രമേ ഇതിൽ എനിക്ക് ശരിയായ ഒരു നിർദ്ദേശം നൽകാനാകൂ എന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ ഗംഗ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. അതിനുശേഷം നേരെ മാളുവിന്റെ റൂമിലേക്ക് ഗംഗ പോകുന്നു. അവിടേക്ക് എത്തി വാതിലടച്ചതിന് ശേഷം ഉടനെ തന്നെ ഗൗരിയെ വിളിച്ചു വരുത്തി. ഗൗരിയുടെ ആത്മാവ് ഗംഗയ്ക്കരികിലേക്ക് എത്തിയതും ഗൗരിയുടെ വിവരങ്ങൾ ഗംഗ വിശദമായി പറയുന്നു. ഗൗരീശെ മഹിയേട്ടനെ കബളിപ്പിക്കുകയാണ് ഈ ദേവയാനി ആന്റിയും രാഹുലും മറ്റെല്ലാവരും ചേർന്ന്. പാവം മഹിയേട്ടൻ അതെല്ലാം വിശ്വസിക്കുകയാണ്. ഇന്ന് രാജിയോട് കാണിച്ച രാഹുലിന്റെ അതിക്രമത്തെക്കുറിച്ചും അതിനോട് ചേർന്ന് ഉണ്ടായ അവരുടെ നാടകങ്ങളുമെല്ലാം കൃത്യമായി ഗംഗ ഗൗരിയെ പറഞ്ഞ് ധരിപ്പിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഗൗരിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഗൗരി ഗംഗയോട് പറഞ്ഞു, ഗംഗെ, ഇക്കാര്യം പലവട്ടം ഞാൻ മഹിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ദേവയാനി എന്ന് പറയുന്ന ആ അമ്മയുടെ, ആ സ്ത്രീയുടെ അഭിനയത്തിന് മുന്നിൽ മഹിയേട്ടൻ ആകെ വിശ്വസിച്ച് മഹിയേട്ടന്റെ മനസ്സ് ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു പോയി. അവര് തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നാണ് മഹിയേട്ടന്റെ ധാരണ. യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മഹിയേട്ടന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അന്നും ഞങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകാനുള്ള കാരണവും അത് തന്നെയാണ്. ഇനിയും ഇത് തന്നെ ആവർത്തിച്ചാൽ മഹിയേട്ടൻ അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടതും ഗംഗ ചോദിച്ചു, അപ്പോ ഞാൻ ഇതിനെക്കുറിച്ച് മഹിയേട്ടനോട് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് ഗൗരീശ് പറയുന്നതല്ലേ എന്ന് ഗംഗ ചോദിച്ചതും ഗൗരി പറഞ്ഞു, അങ്ങനെയല്ല ഗംഗെ, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. പക്ഷേ ഗംഗ, നിനക്ക് ചിലപ്പോ മഹിയേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ചിത്രവും അവരുടെ യഥാർത്ഥ രൂപവും സ്വഭാവവും എന്താന്ന് നിനക്ക് ചിലപ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞേക്കും. നീ ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതാണ് ഗംഗെ എന്ന് ഗൗരി ഗംഗയോട് പറയുന്നു. ദേവയാനി മനഃപൂർവ്വം
മഹിയെ കബളിപ്പിക്കുകയാണെന്നും മഹിയോട് തനിക്കുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണ് എന്ന് മഹിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുമുള്ള സത്യാവസ്ഥ മഹിയേട്ടനെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണമെന്ന് ഗംഗ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ മഹി ഓഫീസിലേക്ക് പോകാനായി റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ അരികിലേക്ക് എത്തിയ ഗംഗ മഹിയോട് പറഞ്ഞു, മഹിയേട്ട, ഇപ്പോ ഇന്നലെ ഉണ്ടായ കാര്യത്തിൽ രാജിയോടുള്ള രാഹുലേട്ടന്റെ സമീപനത്തെ കുറിച്ച് മഹിയേട്ടൻ ഒന്നുകൂടി ഒന്ന് സംസാരിക്കണം. സത്യത്തിൽ അമ്മയോട് മഹിയേട്ടൻ തന്നെ ഒന്ന് സംസാരിക്കണം. രാജിയോട് രാഹുലേട്ടൻ എന്ത് അതിക്രമം കാട്ടിയാലും അതൊന്നും അമ്മ കണ്ടില്ല എന്നുള്ള ധാരണയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും രാഹുലേട്ടൻ ഇങ്ങനെയെല്ലാം രാജിയോട് പെരുമാറുന്നത്. ഇപ്പോഴും അമ്മയ്ക്ക് രാജിയോടുള്ള സ്നേഹം, അമ്മയുടെ മനസ്സിൽ രാജിയോട് എന്തോ അകൽച്ചയുണ്ട്. അതുകൊണ്ട് ആ ഒരു അകൽച്ച ശരിക്കും മുതലെടുക്കുകയാണ് രാഹുലേട്ടൻ ചെയ്യുന്നത്. അതുകൊണ്ട് മഹിയേട്ടൻ അമ്മയോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടതും രാഹുൽ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ല ഗംഗയ്ക്ക് വെറുതെ തോന്നുന്നതാണ്. സത്യത്തിൽ അമ്മയ്ക്ക് എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മഹിയായി ഞാൻ ഇങ്ങനെ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്റെ ജീവിതത്തിലേക്ക് ആ അമ്മ വന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതുപോലെ ജീവിച്ചിരിക്കുന്നത്. നിനക്കറിയുമോ, എന്റെ അമ്മയെ നഷ്ടമായതിനു ശേഷം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുമായിരുന്നില്ല എന്ന് മഹി അറിയിച്ചു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, മഹിയേട്ടനെ, ചെറുപ്പകാലത്തുള്ള മഹിയേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് എന്നെ മഹിയേട്ടൻ എത്ര നല്ലവനായിരുന്നു. ഇപ്പോഴും മഹിയേട്ടൻ നല്ലവനല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മഹിയേട്ട, ഒരു കാര്യം മഹിയേട്ടൻ അറിയണം. ഇവിടെയുള്ളവരെല്ലാവരും നല്ലവരാണെന്ന് നമ്മൾ ധരിക്കുമ്പോഴും ഇപ്പോ അമ്മ കാണിക്കുന്ന ഈ അകൽച്ച, അമ്മ ഗംഗ ഇപ്പോ രാജിയോട് കാണിക്കുന്ന ഈ അകൽച്ച കൊണ്ടാണ് രാഹുലേട്ടൻ ഇതുപോലെയുള്ള പ്രവൃത്തികളെല്ലാം രാജിയുടെ മേലെ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞപ്പോ മഹി പറഞ്ഞു, അത് ഗംഗയുടെ വെറും ഒരു ധാരണ മാത്രമാണ്. അമ്മയെക്കുറിച്ച് രാജിക്കും ഗംഗയ്ക്കും അറിയാത്തത് കൊണ്ടാണ്. ഗംഗ പറഞ്ഞതുപോലെ അന്ന് നല്ലവനായിരുന്നു എന്ന് ശരി തന്നെയാണ്. പക്ഷെ പിന്നീട് ആ അമ്മ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു മുൻകോപക്കാരനായിരുന്നു. ആ സമയത്തെല്ലാം അമ്മയെ നഷ്ടമായതിനു ശേഷം പിടിവാശിയും മുൻകോപവുമായിരുന്നു എന്റെ ജീവിതത്തിലുടനീളം. അതിനുശേഷം അമ്മ വന്നപ്പോ എന്റെ ജീവിതത്തിൽ ഇത്തരം മുൻകോപങ്ങളും ദേഷ്യവും ഒക്കെ ആവശ്യത്തിനേ പാടുള്ളൂ എന്നും അനാവശ്യമായി ഇതുപോലെ ദേഷ്യപ്പെടാനോ ഇങ്ങനെ മുൻകോപം കാട്ടാനോ പാടില്ല എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നതും എന്നെ മനസ്സിലാക്കി തന്നതും അമ്മയാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ജീവിത സാഹചര്യം ചിലപ്പോൾ ഒരു മുഴുകുടിയനായോ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട സ്വഭാവക്കാരനായോ എല്ലാ വഴിപിഴച്ച ശീലങ്ങളും പഠിച്ച് അതുപോലെ ജീവിതം നശിച്ചു പോകുന്ന രീതിയിൽ ഒരു വ്യക്തിയായി മാറേണ്ടിയിരുന്നതാണ് ഞാൻ. എന്നാൽ അതിൽ നിന്നൊക്കെ എന്നെ പിടിച്ചുയർത്തി നല്ല വഴി കാട്ടിത്തന്നത് ആ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ധാരണ തെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അമ്മയെ ശരിക്കും ഗംഗ മനസ്സിലാക്കിയിട്ടില്ല, അതാണ് സത്യം എന്ന് മഹി ഗംഗയെ പറഞ്ഞ് തിരുത്താനായി ശ്രമിക്കുന്നു.